ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം മാമ്പഴത്തറ സലീമണ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലാ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഏരൂർ സുനിൽ സാർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കയായ ഇടപ്പാളയം 7-ാം വാർഡിന്റെ നമ്മളുടെ പ്രിയ സഹോദരി പ്രിയ എം, അതുപോലെ തന്നെ അഞ്ചൽ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ലിനി ടീച്ചർ, 6-ാം പാലവി വാർഡിൽ നമുക്ക് NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രാജേശ്വരി അമ്മ, ആര്യങ്കാവ് മണ്ഡലം കമ്മിറ്റി അംഗം ഗീത, മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, എന്റെ ഈ നാട്ടിലുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ ആര്യങ്കാവ് പഞ്ചായത്തില് ഇടപ്പാളയം ഈ ജംഗ്ഷനിൽ വെച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ഈ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ചുമ്മാ വന്ന് സംസാരിച്ചിട്ട് പോകാനല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എന്നെ 2019 എന്നെ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. ഞാനിവിടെ പറഞ്ഞതാണ്. ആ സമയത്ത് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് എന്നെ ഇവിടുന്ന് കോട്ടയത്ത് കൊണ്ടുപോയി സംസ്ഥാന കമ്മിറ്റി അംഗമാക്കി. അവിടെ ചെന്നപ്പോൾ ഞാൻ അവതരിപ്പിച്ച 3 കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും അറിയണം, ഈ നാട്ടിലുള്ള ജനങ്ങൾ അറിയണം. ഈ നാട്ടിൽ ഈ മേഖലയിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം, ഈ റോഡിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ ചെന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു മറുപടി തന്നു. ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഞങ്ങൾ തിരക്കട്ടെ, ഞങ്ങൾ ചോദിക്കട്ടെ, നീ ഒരു അപേക്ഷ എഴുതിത്താ. ഞാൻ അപേക്ഷ വെച്ചതു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അവിടെ ഞങ്ങൾ പുല്ലൂർ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ആര്യങ്കാവ് കമ്മിറ്റിയിൽ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് സോളാർ ഫെൻസിംഗ് കിട്ടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിലേക്കൂടെ സോളാർ ഫെൻസിംഗ് ഇട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു സോളാർ ചലിച്ചിട്ടുണ്ടോ? ഒരു പ്രവർത്തനം അവിടെ വന്നിട്ടുണ്ടോ? അതവിടെ നിൽക്കട്ടെ. ഈ റോഡ്, ഈ പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ള റോഡുണ്ട്. 5 വർഷക്കാലം ഇവിടുത്തെ ഭരണസമിതി ഇടതുപക്ഷക്കാർ ഭരിച്ചു. ആ റോഡിന്റെ അവസ്ഥ കണ്ടു. വേറെ ഒന്നും വേണ്ട. ഇന്നലെ ഞങ്ങള് ഈ വീടിന്റെ കുറച്ചു ദിവസമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ റെയിൽവേ റോഡിന്റെ മോൾഭാഗം, നമ്മളിൽ ഒരാളായ ഒരു സഹോദരൻ ഐസക്കണ്ണൻ, ഈ റോഡിന്റെ ഈ മലയുടെ മുകളിൽ നിന്ന് എന്റെ കുഞ്ഞക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈറ കെട്ടി ചുമന്നുണ്ട്. ആ മനുഷ്യനെടുക്കുന്ന ഒരു ചുമട് ഇപ്പോൾ ഉള്ള ഒരു ആൺകുട്ടികൾ എടുക്കത്തില്ല. ആ മനുഷ്യൻ വലിച്ചുകൊണ്ട് അവിടെ ഈറ ജീവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ വീടൊന്ന് കയറി കാണണം. 5 വർഷക്കാലം ഇടത് ഭരണം നയിച്ച ഈ വാർഡിന്റെ അകത്ത് ഇവിടുത്തെ വാർഡ് മെമ്പർ എന്തോ കാണിച്ചെന്ന് ഈ നാട്ടിലുള്ള ജനങ്ങൾ അറിയണം. ഈ നാട്ടിലുള്ള ജനങ്ങളൊന്ന് കയറി നോക്ക്. ആ ഐസക്കിന്റെ വീട് കിടക്കുന്നത്, മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. അവിടുത്തെ ആ ചേച്ചി ചൂലും ഡസ്റ്റ്ബിനായിട്ട് നിൽക്കുക, വെള്ളം കോരി കളയാൻ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഇടപ്പാളയത്തുള്ള ദാമോദരന്റെ അമ്മായിമ്മ ചേച്ചി അമ്മച്ചിയുടെ വീട് കണ്ടു നോക്കുക. അവിടെ വിദേശസ്ഥിതി തന്നെ. ആ 4 സെന്റ് കോളനി നിങ്ങൾ കണ്ടു നോക്കൂ. ഏതെങ്കിലും വീടിന് ഈ ഇടതുപക്ഷക്കാർ ഭരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു വീടിന് സഹായം ചെയ്തിട്ടുണ്ടോ? അന്ന് കണ്ട വീടുകൾ തേക്കാതെയും അരമുറി കട്ടയും വെച്ച് ഇപ്പോൾ കിടക്കുക. എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കിയത്? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ നാടിന്റെ വികസന നായകൻ ബഹുമാനപ്പെട്ട മാമ്പഴത്തറ സലീം അല്ലാതെ ഈ എടപ്പാളയം വാർഡിലും അല്ലെന്നുണ്ടെങ്കിൽ ആര്യങ്കാവ് പഞ്ചായത്തിലും ഒരു വികസന പ്രവർത്തനത്തിന് മുൻകോടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മാമ്പഴത്തറ സലീമിന് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാമെന്നുള്ളത്. ആ കുടിവെള്ളത്തിന്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിക്ക് പോലും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിണറുകൾ കുഴിച്ചു. എന്ത് പ്രയോജനമുണ്ടായി? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? വെള്ളം കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചു നോക്കണം. അതുപോലെ ഈ നാട്ടിൽ ഇന്നലെ നടന്നൊരു സംഭവം അറിയാമല്ലോ. ഈ വാഹനം ഈ ആര്യങ്കാവ് പഞ്ചായത്തിലൂടെ ഈ വാഹനം ഓടിപ്പോകുമ്പോൾ ഈ റോട്ടിലുള്ള പിഞ്ചു കുഞ്ഞു പോലും നോക്കി നിന്ന് പോകുന്ന ഒരു ചരിത്രമാണ് ഈ 3-4 ദിവസം മുമ്പ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ കാണിച്ച ചെമ്മാടികളായ ഇടതുപക്ഷ സർക്കാരിൽ ഊന്നു നിൽക്കുന്ന ഇവിടുത്തെ ആര്യങ്കാവ് പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതാക്കൾ
നേതാക്കൾ കൈയോട് കൂടിയുള്ള ഒരു അക്രമ രാഷ്ട്രീയമാണ് ഇന്നലെ സലീമണ്ണിനെയും സലീമണ്ണിന്റെ കൂട്ടത്തിൽ പോയ ആൾക്കാർക്കുമെതിരായിട്ട് ഇവിടെ കാണിച്ചത്. ഈ വാഹനം അടിച്ചവർക്ക് സലീമണ്ണിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സംഭവത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വരാൻ പോവുക ഈ ആര്യങ്കാവ് മണ്ണിലെത്തും തമിഴ്നാട് പോലീസ്. ഇവിടുത്തെ പോലീസ് വന്ന് ഇവിടെയുള്ള ഇടതുപക്ഷക്കാരെ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യുന്നു പോകുന്നത് നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, നമ്മുടെ ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിന് മാമ്പറ്റ സലീമല്ലാതെ ഈ നാട്ടിൽ വേറൊരു പ്രവർത്തകനില്ല എന്നുള്ള കാര്യം സത്യസന്ധമായി ഈ പള്ളിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുകയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം 1 വർഷം കൊണ്ട് മനസ്സിലാക്കിയവനാ കോൺഗ്രസിന്റെ അകത്ത്. 1 വർഷത്തിനുള്ളിൽ അവർക്കുള്ളയോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒറ്റ ഭിന്നത. ഒരുത്തനെ കാണുമ്പോൾ ഒരുത്തനെ കാണണ്ട, ഇപ്പുറത്ത് കാണുമ്പോൾ അപ്പുറത്ത് കാണണ്ട. ആ ഒറ്റ രാഷ്ട്രീയമാണ് കോൺഗ്രസിനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തുള്ള CPM-ന്റെ CPI-യുടെ പഞ്ചായത്തങ്ങളുടെ വീടുകൾ നിങ്ങൾ കണ്ടു നോക്കണം. 2-3 നിലയായി ഉയർന്നുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടാ? ഇവിടെയുള്ള പാവപ്പെട്ടവൻ ഇപ്പോഴും കിടക്കുന്നത് പൊട്ടി വീടിന്റെ അകത്ത് വെള്ളം ഒലിച്ചു കിടന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഈ നമുക്കൊരു മാറ്റം ഉണ്ടാവണം. ആര്യങ്കാവിന്റെ എടപ്പാളയത്തിന്റെ വികസന നായകനായി നമ്മുടെ BJP സ്ഥാനാർത്ഥികളെ നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഈ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന 8-ാം തീയതി നടക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഈ നിൽക്കുന്ന വ്യക്തികളെല്ലാം സാക്ഷ്യം ചെയ്ത് ഞാൻ പറയുകയാണ്. നമ്മുടെ 7-ാം വാർഡിന്റെ സ്ഥാനാർത്ഥി പ്രിയയാണ്. പ്രിയ 200-ൽ വോട്ടുകൾക്ക് ഇവിടെ വൻപിച്ച വിജയം കൊയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തെ വളർത്തുവാനുള്ള കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കഴുകുറ്റിവാറിൽ മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട മാമ്പറ്റ സലീമണ്ണൻ, അതുപോലെ ലിനി ടീച്ചർ, അതുപോലെ സരസ്വതി ചേച്ചി, അതുപോലെ തന്നെ ജില്ലാ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നമ്മുടെ സുനിൽ സാറ്, എല്ലാവർക്കും താമര ചിഹ്നത്തിലും മോതിര അടയാളത്തിലും മൊബൈൽ ഫോൺ അടയാളത്തിലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.